വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇവിടെ കണ്ടല്ലോ അല്ലേ, മൊത്തം സ്നോ ആണ്. ആക്ച്വലി ഡിസംബർ മാസത്തിൽ സ്നോ വരും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്. പക്ഷേ ജാനുവരി അവസാനം ഫെബ്രുവരി ആദ്യമൊക്കെയാണ്, ജാനുവരി അവസാനമല്ല ഫെബ്രുവരി ഫസ്റ്റിനാണ് ഇവിടെ സ്നോ വീഴുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ആക്ച്വലി സ്നോ പെയ്യുന്നില്ല, ഇത് പെയ്ത് കിടക്കുന്നതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഈ കണ്ടത്. നിങ്ങൾ ആക്ച്വലി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഓരോ വീടിൻ്റെ മുകളിലും റോഡിലും എല്ലാം സ്നോ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ, നമ്മൾ സിനിമയിലൊക്കെയാണ് സ്നോ കണ്ടിട്ടുള്ളത് അല്ലേ, ഞാൻ സിനിമയിലൊക്കെയാണ് ആദ്യമായിട്ട് കാണുന്നത്, അല്ലാതെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നേരിട്ട്. കാണണമെന്ന് ആഗ്രഹമുള്ളൊരു സാധനമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഉറക്കം എണീറ്റൊരു ദിവസം ജനലിൻ്റെ പുറത്തോടെ നോക്കിയപ്പോഴത്തേക്കും സ്നോ ഇങ്ങനെ പെയ്യുന്നു. ശരിക്കും മറ്റൊരു ഡ്രീമി ലാൻഡിൽ എത്തിപ്പെട്ടൊരു ഫീലായിരുന്നു. ഞാൻ ഉടനെ പോയി ഡോറൊക്കെ തുറന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. സോ ബേസിക്കലി സ്നോ കണ്ടു കഴിഞ്ഞാൽ വൈറ്റ്, പക്ഷേ നമ്മളിങ്ങനെ അത് പിടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഐസില്ലേ, ഐസിനെ എന്താ പറയുന്നത്, ചതച്ചരച്ച് എന്താ പറയുന്നത്, ഫുള്ളി എന്താ പറയുക, ഉടച്ച ഐസിനെ ഇങ്ങനെ കുറച്ച് ഇതായിട്ട് കിടക്കത്തില്ലേ, പൗഡർ പോലെ ആക്കി വയ്ക്കത്തില്ലേ, അതാണ് സ്നോ എന്ന് പറയുന്നത്. തൊട്ട ഐസ് പോലെ തന്നെയാണ്, അല്ലാതെ അതിനൊരു സോഫ്റ്റ് ടെക്സ്ചറോ അങ്ങനെ ഒന്നുമില്ല, പക്ക ഐസ് തന്നെയാണ്. നമുക്ക് ഒരുപാട് നേരമൊന്നും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല, അത്ര തണുപ്പാണ്. പിന്നെ ടെമ്പറേച്ചർ തണുപ്പാണെങ്കിൽ സ്നോ കയ്യിലെടുക്കാനേ പറ്റത്തില്ല. അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, ടച്ചിങ് സ്നോ, ശരിക്കും ഐസ് പിടിക്കുന്നത്. അങ്ങനെ സ്നോയുടെ ഫോട്ടോ ഒക്കെ എടുത്തു. ആക്ച്വലി ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ലൈക്ക് ആ ഹോൾ ഓഫ് ആൻകോർ അല്ല, എങ്കിലും നമ്മുടെ ആ ഏരിയ ഫാബ്രിക്സ് ഫോർഡിൻ്റെ ആ ഒരു ഏരിയയിൽ സ്നോ വീണ് കിടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര രസമാണ് അത് കാണാൻ. പക്ഷേ ആക്ച്വലി സ്നോയിൽ എത്ര നേരം നിൽക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, നമുക്ക് കൂടിപ്പോയ ഒരു എന്നെ സംബന്ധിച്ച് ഒരു 10-15 മിനിറ്റ്സ് മാത്രമേ. ഇത്രയും ഞാൻ പൊതിഞ്ഞൊക്കെ നിൽക്കുകയാണ് എങ്കിൽ പോലും നമുക്കൊരു 10-15 മിനിറ്റ്സ് മാത്രമേ സ്നോയിൽ നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഐസ് പോലെയാണെന്ന് പറഞ്ഞല്ലോ, നമുക്ക് ഗ്ലൗസും ഇതൊന്നും ഇടാതെ ഇതിനെ തൊടാൻ പറ്റില്ല. ഇനി അഥവാ തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഐസല്ലേ, അത് കുറച്ച് കഴിയുമ്പോൾ മെൽറ്റാവും. നമ്മുടെ ബോഡിയിലെ ഹീറ്റ് തട്ടുമ്പോഴത്തേക്കും ഈ സ്നോ എന്ന് പറയുന്ന സാധനം മെൽറ്റായി വെള്ളമാവും, നമ്മുടെ ഷൂസും ഗ്ലൗസും എല്ലാം നനയുകയും ചെയ്യും. ഞാൻ കാണിച്ചു തരാം. ചവിട്ടി നടക്കാന്ന് വിചാരിക്കാം. കുറച്ച് കഴിഞ്ഞ് ഈ സ്നോ ഒക്കെ എൻ്റെ കാലിനകത്തോട്ട് ഇറങ്ങി ഷൂസിനകത്ത് വെള്ളമാവുകയും ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. നമുക്ക് ഒരുപാട് നേരം ഇതിനകത്ത് നിൽക്കുമ്പോഴത്തേക്ക് സ്നോ ഒക്കെ നമ്മുടെ ഇപ്പം നമ്മൾ പാൻസ് ഇടുന്നതെങ്കിൽ അതിൻ്റെ കൂടെ സ്നോ ബൂട്ട്സും ഇടുമായിരിക്കുമല്ലോ. അപ്പോൾ ആ സ്നോ ബൂട്ട്സിൻ്റെ അകത്തേക്ക് ഈ സ്നോ കയറിയിട്ട് അത് നമ്മുടെ കാലിൽ ആ ചൂട് കാരണം ഒരു വെള്ളമായിട്ടായി സോക്സും ഈ പറയുന്ന ബൂട്ട്സ് എല്ലാം നനയുകയും ചെയ്യും. സോക്സും ഈ ബൂട്ട്സും എല്ലാം നനയും. അപ്പോൾ അതായിരുന്നു ഒരു 10-15 മിനിറ്റ്സ് സ്നോയിൽ നമുക്ക് നിൽക്കാം. ഇതിനപ്പുറത്തേക്ക് എന്താ പറയുന്നത്, ഫണ്ണാണ് സാധനം, പക്ഷേ നമുക്ക് ഒരുപാട് നേരം എൻജോയ് ചെയ്യാൻ പറ്റില്ല ഒരുപാട് നേരം. ഞാനപ്പം കോളേജിൽ പോയപ്പോൾ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയിട്ട്
ഫ്രണ്ട്സുമായിട്ടൊക്കെ പോയി നിന്ന് കുറേ നേരം എൻജോയ് ചെയ്തു. അപ്പോൾ അതാണ് സംഭവം. സ്നോയിൽ നിൽക്കാൻ രസമാണ്, കളിക്കാൻ രസമാണ്, പക്ഷെ എല്ലാം ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം. അല്ലാതെ നമുക്ക് എപ്പോഴും ഇതിനകത്ത് നിന്നിട്ട് നമ്മൾ എന്താ പറയുക, ഫുൾ ടൈം ഇതിനകത്ത് കളിക്കുന്ന ഒരു സെറ്റപ്പ് പറ്റത്തില്ല. പിന്നെ ഫുൾ ടൈം ഇത് കണ്ടുകൊണ്ടിരിക്കാനും ഭയങ്കര ഡിപ്രസ്സിങ് ആണ്. കാരണം എവിടെ നോക്കിയാലും ഈ വെള്ള കളറേ ഉള്ളൂ. അപ്പോൾ അതാ വെള്ള 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 നമുക്ക് കണ്ടിട്ടില്ലാത്തവർക്ക് അതൊരു ഭയങ്കര ഒരു എക്സൈറ്റിങ് കാഴ്ചയാണ്. പക്ഷെ ഡെയിലി എണീറ്റ് നോക്കുമ്പം ഫുള്ളി വെള്ള കാണുമ്പോഴേ എല്ലാ ദിവസവും അത് ഭയങ്കര ഇതാണ്. പിന്നെ ഇവിടെ വെയിൽ വരാറുണ്ട്. വെയിൽ വന്നാലും ഇത് അലിഞ്ഞു പോകത്തില്ല. എല്ലാവർക്കും ഒരു ധാരണയുണ്ട് വെയിൽ വരുമ്പം സ്നോ അലിഞ്ഞു പോകല്ലോ. ഈ സ്നോ ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന കാണുന്നില്ലേ, ലൈക്ക് ആക്ച്വലി ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട്. നമുക്ക് അലിച്ച് കളയാൻ പറ്റുന്ന അത്രയും എമൗണ്ട് അല്ല. ലൈക്ക് ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് സ്നോ. ഇത് വെയിൽ ഡെയിലി വന്ന് അത്രയും വെയിലാണെങ്കിൽ മാത്രമേ ഇതൊക്കെ അലിഞ്ഞു പോകത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ മഴയൊക്കെ വന്ന് ഒലിച്ചു പോകണം. അപ്പം അതൊന്നും വരാത്തിടത്തോളം ഇതിങ്ങനെ തന്നെ കുറേ നാൾ കിടക്കും. ഇനിയും സ്നോ പെയ്താൽ ഇനി ഇത് കൂടും. സോ എല്ലാവരും പറയുമോ സ്നോ കാണുന്ന തന്നെ ഒരു വലിയ കാര്യമല്ലേ, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അല്ലേ? ആണ് ഡെഫിനറ്റ്ലി. എനിക്ക് ക്യാമറ പിടിക്കാൻ പറ്റില്ല, അതാണ് ഇങ്ങനെ നടക്കില്ല. ഡെഫിനറ്റ്ലി സ്നോ കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര ഒരു വലിയ കാര്യമാണ്. പക്ഷേ എത്രത്തോളം ഇത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു 1 day or 2 days നമുക്കിങ്ങനെ ഇതിലിങ്ങനെ കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്നോ വാരി എറിഞ്ഞ് അങ്ങനെ നടക്കാം. മോർ ദാൻ ദാറ്റ് അതൊരു നോർമൽ തിങ്, നമ്മുടെ മഴയൊക്കെ പോലെ ഒരു സംഭവം തന്നെയാണ്. ഭയങ്കര രസമാണ് സാധനം, ഭയങ്കര രസമാണ്. പക്ഷെ നമുക്ക് ഈ പറയുന്ന തലയും കയ്യും കാലും എല്ലാം കെട്ടിപ്പൊതിഞ്ഞിട്ടല്ലാതെ ഇതിലോട്ട് ഇറങ്ങാൻ പറ്റില്ല. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ വല്ല ഹൈപ്പോതെർമിയയും വന്ന് നമ്മൾ തട്ടിപ്പോവും. ഓക്കെ, അപ്പോൾ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ സ്നോ. നിങ്ങൾക്ക് കാണാം വീടിൻ്റെ മുകളിൽ ആക്ച്വലി അത് വൈറ്റ് റൂഫ് അല്ല, അത് സ്നോ വീണ് കിടക്കുന്നതാണ്. അതുപോലെ ബ്രിഡ്ജിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന കാണാൻ ശരിക്കും ഭംഗിയാണ്. ഈ പാർക്ക് ആക്ച്വലി ഫുൾ ഗ്രീൻ കളറായിരുന്നു. ഇതാണ് സ്നോ ഡാർക്ക് കളർ ആകുമ്പോഴുള്ള ഒരവസ്ഥ. അതത്ര വലിയ രസമൊന്നുമല്ല കാണാൻ. ഇതുപോലെ വൈറ്റായിട്ട് കിടന്നാലേ സ്നോയ്ക്കൊരു ഭംഗിയുള്ളൂ. ബട്ട് ഇങ്ങനെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഭംഗിയൊക്കെ പോകും. അപ്പോൾ എനിക്ക് നടന്നുകൊണ്ട് വ്ളോഗ് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. കാരണം കയ്യിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞാനിവിടെ ഒരു മൊത്തം സ്നോ പിടിച്ചൊരു സ്ഥലത്ത് ഒരു മരത്തിൻ്റെ അടിയിൽ വന്നിരിക്കുവാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ഫുട്ടേജസിൽ കാണാം ആൾക്കാർ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സ്നോ ഒക്കെ മറ്റേ ഷോവൽ വെച്ച് എടുത്ത് കളയുന്നതൊക്കെ കാണാം. അതാണ് ഇവിടുത്തെ ഒരു മെയിൻ ടാസ്ക്. കാരണം സ്നോ ഇങ്ങനെ കാണുമ്പം വെള്ള കളറായിട്ട് കാണുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ അത് ഈ വണ്ടിയും അതും ഇതുമൊക്കെ പോയി ആൾക്കാർ നടന്ന് അതൊരു ബ്രൗണിഷ് ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ആവുമല്ലോ. അപ്പോൾ അത്ര കാണാൻ രസമൊന്നും ഉണ്ടാവാറില്ല. അപ്പം മെയിൻ ആൾക്കാരുടെ പണി എന്ന് പറയുന്നത് വീടിൻ്റെ ഫ്രണ്ടിലും കാറിൻ്റെ മുകളിലും ഒക്കെ വീഴുന്ന സ്നോ എടുത്ത് കളയുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്.
പിന്നെ അതുപോലെ ഞാൻ ഈ പറഞ്ഞല്ലോ ഇതിൻ്റെ കളറ് മാറുമ്പോഴത്തേക്കും പിന്നെ സ്നോ കാണാൻ വലിയ രസമൊന്നും ഉണ്ടാകത്തില്ല. ഓഫ് കോഴ്സ് ഒരു ഹ്യൂജ് പാർട്ട് വൈറ്റ് കളറായിട്ടുണ്ടാവും, എങ്കിലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇതിന് ഒരു ബ്രൗൺ കളറൊക്കെ ആയിരിക്കും. കാറൊക്കെ കയറി ഇറങ്ങുമ്പം ഇതിൻ്റെ കളറ് മാറും. അപ്പോൾ പിന്നെ ഇത് കാണാൻ വലിയൊരു എന്താ പറയുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ പോവും കുറച്ച് കഴിയുമ്പോൾ. കാരണം റോഡ് ഫുള്ളി ബ്രൗൺ കളറിൽ ഇങ്ങനെ ഫുള്ള് ചപ്പ് ചവറ് പോലെ കിടക്കും. ബട്ട് അതർവൈസ് വീടിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്ന കാണാൻ ഭയങ്കര രസമാണ്. ഇതാണ് നമ്മുടെ വീട്. ഇത് നേരത്തെ ഒരുപാട് പൂക്കളും ഇതൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. സ്നോ പെയ്ത് വിൻ്റർ വന്നപ്പോൾ എല്ലാം പോയി. ഈ മരമൊക്കെ കണ്ടോ ഈ അവസ്ഥയായി. കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല, ബട്ട് സ്നോ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ സ്നോ പെയ്യുന്നതാണ്. ആക്ച്വലി ഹെവി സ്നോ ഇല്ല. ഹെവി സ്നോ ആയിരുന്നെങ്കിൽ ഇങ്ങനെ അല്ല, അത് ഭയങ്കരമായിട്ട് പെയ്യും. ആക്ച്വലി വളരെ ലൈറ്റായിട്ടേ ഉള്ളൂ. സോ അപ്പോൾ ഇതാണ് സ്നോ പെയ്യുന്ന കാഴ്ച. ദിസ് ഇസ് ലൈക്ക് വെരി ലൈറ്റ് സ്നോ. ഒരു കൂടിപ്പോയ ഒരു 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ സ്നോ ആയിരിക്കും ഇപ്പോൾ വീണുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു 10-15 സെൻറ്റിമീറ്റർ ഒക്കെ ആണെങ്കിൽ, ഹെവി സ്നോ ആണെങ്കിൽ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ ടു സീ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ സ്നോയിൽ ശ്രദ്ധിക്കാനുണ്ട്. അപ്പം സ്നോ പെയ്യുവാണ്. ഓക്കെ, അപ്പോൾ സ്നോയിൽ നമുക്കറിയാം വണ്ടികളൊക്കെ പോകുന്ന സമയത്ത് റോഡിൽ സ്നോ ഉണ്ടെങ്കിൽ ഈ ടയേഴ്സ് ഉണ്ടല്ലോ, കാറിൻ്റെ ടയേഴ്സൊക്കെ ഈ സ്നോയിൽ ഓടിക്കാൻ പറ്റുന്ന ടയേഴ്സ് അല്ലെങ്കിൽ വണ്ടി സ്കിഡ് ചെയ്ത് അത് തെന്നിയൊക്കെ പോകും. അങ്ങനെയാണ് ആക്സിഡൻസ് ഒക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ എടുത്ത് നോക്കിയിട്ട് സ്നോ ആക്സിഡൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും. ഞാൻ റീസെൻ്റായിട്ടൊരു റീൽ കണ്ടു. ഒരു വണ്ടി ഇങ്ങനെ ഒരു തേരി ഇങ്ങനെ കയറി പോവാണ്. ആൻഡ് സഡൻലി ഇറ്റ് സ്റ്റാർട്ടഡ് ലൈക്ക് സ്കിഡിങ് അവേ. അത് ഭയങ്കര റിസ്ക്കാണ്. പിന്നെ അതുപോലെ ഫുള്ളി കവേർഡായിട്ട് സ്നോയിൽ ഇറങ്ങിയില്ലെങ്കിൽ മൊത്തം ബോഡി ഫ്രീസായി പോവും. നമുക്ക് ഗ്ലൗസ്, അത് പറയുന്ന പോലെ ഹാറ്റ്, എസ്പെഷ്യലി സ്നോ ബൂട്ട്സ്, ഇതൊന്നും ഇല്ലാതെ സ്നോയിൽ ഇറങ്ങാൻ പാടില്ല. നമുക്കൊരു സ്നോ ഫീൽ ചെയ്യാനായിട്ട് വേണമെങ്കിൽ അങ്ങനെ ജസ്റ്റ് ഒരു 2 സെക്കൻഡ് വല്ലതും നിൽക്കാൻ പറ്റും അങ്ങനെ. അതർവൈസ് ഇറ്റ്സ് വെരി ടഫ്. അത് കവേർഡായിട്ട് ഇറങ്ങണം. പിന്നെ പൊതുവേ വീട്ടിനകത്താണെങ്കിലും സ്നോയിൽ നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും, നല്ല തണുപ്പ് ഫീൽ ചെയ്യും. ഇപ്പോൾ വീട്ടിനകത്താണെങ്കിലും പുതച്ചു മൂടിയൊക്കെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ നടക്കുമ്പോൾ റോഡിൽ കൂടെയൊക്കെ നടക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ വളരെ കെയർഫുള്ളായിട്ട് നടക്കണം, ഇല്ലെങ്കിൽ നമ്മൾ തെന്നി അടിച്ച് വീഴും. ഈവൻ ദോ റോഡിൽ സ്നോ ഒക്കെ അവർ മാറ്റിയിട്ടുണ്ടെങ്കിലും നമ്മൾ നടക്കുന്ന സമയത്ത് ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത്, അതായത് പെട്ടെന്ന് സ്പീഡിൽ നടക്കാതെ പതിയെ നടന്നു കഴിഞ്ഞാൽ വീടിൻ്റെ ചാൻസസ് കുറവായിരിക്കും. എങ്കിലും ഞാൻ ഇരിക്കുന്ന പാർക്ക് ഇത് ആക്ച്വലി ഒരു സ്കൂളിൻ്റെ പാർക്കാണ്, ഗ്രൗണ്ടാണ്. ഇവിടെ ആക്ച്വലി മൊത്തം പച്ച കളർ പുല്ലൊക്കെ പിടിപ്പിച്ചിട്ട് ഭയങ്കര അങ്ങനൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് മൊത്തം വൈറ്റ് കളറാണ്. ഇവിടെ പിള്ളേർ കുറേ പേര് കളിക്കുന്നുണ്ട്, സ്കീയിങ് ഒക്കെ ചെയ്ത് കളിക്കുന്നുണ്ട്. നമുക്ക് എൻട്രി ഉണ്ടോ എന്നറിയില്ല. സോ ഞാൻ അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നത്. അപ്പോൾ സ്നോ കാണാൻ രസമാണ്, നമ്മൾ ഫോട്ടോസിൽ കാണാനും വീഡിയോസിൽ കാണാനും. പക്ഷെ സ്നോയിൽ ജീവിക്കുന്നവർക്ക് എത്രത്തോളം രസമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഈ പറയുന്ന ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട് ഇതെടുത്ത് മാറ്റുന്നതും കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ ഒരു തണുപ്പ്. അതാ സ്നോ ഞാനിപ്പോൾ ഇങ്ങനെ കയ്യിലെടുത്തു. ഇത് ബേസിക്കലി ഐസാണ്. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിലെ ചൂട് കാരണം ഇത് വെള്ളമാവാൻ തുടങ്ങും. പിന്നെ ഇത് ഒരുപാട് നേരം, ഇതിപ്പോൾ ഞാൻ ഗ്ലൗസ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിക്കുന്നത്, എന്നിട്ടും എനിക്ക് തണുപ്പ് കയ്യിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് വെള്ളമായിട്ട് നമ്മുടെ ബോഡിയെ പിന്നെ അത് തണുപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ സ്നോവിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്, പക്ഷേ സ്റ്റിൽ ആ തണുപ്പ് നമ്മുടെ ബോഡി കയറുമ്പോൾ ഭയങ്കര ഒരു സഫക്കേഷനാണ്. അപ്പം ഇതിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ കുറച്ച് കഷ്ടമാണ്. കാരണം പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കുറേ നാളത്തേക്ക് കിടക്കും. അത് വെയിൽ വന്നാലും പോവില്ല. ഇറ്റ് ടേക്സ് ടൈം. ഒരുപാട് സമയം എടുത്തേ ഇതെല്ലാം മാറത്തുള്ളൂ. ഇനിയിപ്പം സ്പ്രിംഗ് ഒക്കെ വരണം, അപ്പോഴേ ഇതെല്ലാം മാറി ബാക്ക് ടു നോർമൽ ആവുള്ളൂ. പിന്നെ ഒരു ടൈം പീരീഡിലേക്ക് ഭയങ്കര രസമാണ് സ്നോ പെയ്യുന്ന കാണാനും അതിൽ പോയി കളിക്കാനും. ഞാൻ എൻ്റെ കോളേജിൽ പോയിട്ട് അവിടെ കളിച്ചതിൻ്റെ ഫുട്ടേജസ് കാണിച്ചു തരാം. ഒരു പരിധി വരെ ഇറ്റ്സ് ഫൺ. പക്ഷേ എല്ലാ കാര്യവും ഓവറായി കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ലല്ലോ.
പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് ആഗ്രഹമുണ്ട് ഇതിന് മറ്റേ റീൽസൊക്കെ എടുക്കണം, സാരി കൊടുത്ത് റീലൊക്കെ എടുക്കണം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തണുപ്പത്ത് മിനിമം ഒരു ജാക്കറ്റ് ഇല്ലാതെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഒരു സാരി ഉടുത്തുകൊണ്ട് ഇറങ്ങണമെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടേ ഇറങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഫ്രീസായിപ്പോവും. എൻ്റെ ബോഡിയിൽ അത് താങ്ങത്തില്ല. അത്രയ്ക്ക് -1 -2 ഇപ്പോൾ ടെമ്പറേച്ചർ നിൽക്കുന്നത്. സോ ഇറ്റ്സ് ഡിഫിക്കൾട്ട്. അപ്പോൾ അതൊക്കെയാണ് സ്നോയിൻ്റെ വിശേഷങ്ങൾ. ഞാൻ ഫുട്ടേജസ് ബാക്കി കോളേജിൽ ഞാൻ ഓൾറെഡി യൂട്യൂബ് ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ അതിൻ്റെയും കൂടെ കാണിക്കാം. ഇറ്റ്സ് എ വെരി ഗുഡ് ഫീലിംഗ്. ഇറ്റ്സ് എ ഹെവൻലി ഫീൽ. ഭയങ്കര ഒരു ബ്ലിസ് പോലെയാണ് സ്നോ എന്ന് പറയുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം അത്ര ഒരുപാട് നേരത്തേക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സാധനവും അല്ല. ലൈക്ക് ആസ് യൂഷ്വൽ, ലൈക്ക് എല്ലാം മഴ കൂടുതലായാലും ഫ്ലഡ് വരുന്ന പോലെ സ്നോ ഒരുപാടായാലും നമുക്കൊരു പരിധി കഴിയുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ബട്ട് ഉള്ള ആ സമയം മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇറ്റ്സ് ഫൺ, ഇറ്റ്സ് ഗുഡ്. യാ, സോ സീ യു ഓൾ സൂൺ ഇൻ മൈ നെക്സ്റ്റ് വ്ളോഗ്. എപ്പോഴായിരിക്കും എന്ന് എനിക്കറിയില്ല. സോ ബൈ ബൈ.